സ്ലൊവേനിയയിലൂടെയുള്ള എൻ്റെ 3-ാം ദിനയാത്ര തുടരുകയാണ്. രാജ്യതലസ്ഥാനമായ ലുബ്ലിയാനയിൽ നിന്നും അതിരാവിലെ തുടങ്ങിയ കാർ യാത്ര പൊസ്തോയിന കേവ്, പ്രെഡിയാമ കാസിൽ തുടങ്ങിയ സവിശേഷ കാഴ്ചകൾ പകർത്താനും കോപ്പർ, പിറാൻ തുടങ്ങിയ ചരിത്ര പട്ടണങ്ങൾ സന്ദർശിക്കാനുമാണ് ഇന്ന് ലക്ഷ്യമിട്ടിരിക്കുന്നത്. എൻ്റെ സുഹൃത്തും ഗൈഡും ഡ്രൈവറുമെല്ലാമായ അലേഷ് നൊവാക് കൂടെയുണ്ട്. ലൊഗാറ്റെക് എന്ന പട്ടണത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. നല്ല വെയിൽ തെളിഞ്ഞിരിക്കുന്നു. പക്ഷേ രാത്രിയിൽ പെയ്ത മഞ്ഞിന്റെ കണങ്ങൾ പുൽക്കൊടി തുമ്പിലും മറ്റും തങ്ങി നിൽക്കുന്നതിനാൽ ഭൂമിക്ക് ആകെ ഒരു നരച്ച നിറമാണ്. അങ്ങകലെ കുന്നിൻ മുകളിൽ ഒരു പള്ളി, താഴ്വാരത്ത് ഗ്രാമം. ഒരു ചിത്രകാരൻ ക്യാൻവാസിൽ എഴുതിയ ചിത്രം പോലെ സുന്ദരമാണ് ഗ്രാമക്കാഴ്ചകൾ. വെയിൽ തെളിഞ്ഞതോടെ പ്രകൃതിക്ക് പുതിയൊരു ഉന്മേഷം കൈവന്നിരിക്കുന്നു. അതിഗംഭീരമായ യാത്രകളുടെയും കാഴ്ചകളുടെയും ദിവസമാണ് എനിക്കിന്ന്. ഓരോ ഗ്രാമത്തിലെയും ഓടുമേഞ്ഞ വീടുകളും മഞ്ഞുകണങ്ങൾ തങ്ങി നിൽക്കുന്ന പുൽനാമ്പുകളുള്ള പ്രകൃതിയും കാണുമ്പോൾ ഏതോ സ്വപ്നലോകത്തുകൂടിയാണ് സഞ്ചരിക്കുന്നതെന്ന് തോന്നിപ്പോകുന്നു. വീടുകളോട് ചേർന്ന് വിറകുപുരകളും വൈക്കോൽ പുരകളും. സ്ലൊവേനിയയിലെ തനിഗ്രാമങ്ങൾ ഇതാണ്. ഒരു ഗ്രാമം കഴിയുന്നതോടെ വീണ്ടും വനപ്രദേശത്തേക്ക് എത്തുകയായി. പണ്ടു വായിച്ച യൂറോപ്യൻ നാടോടി കഥകളെ ഓർമ്മയിലേക്ക് എത്തിക്കുന്ന പ്രകൃതി. ആധുനിക കാലത്തേതായി ഇവിടെ കാണാനുള്ളത് മലകളെ വെട്ടിയെരിഞ്ഞിറക്കി ഇങ്ങനെ നിർമ്മിച്ചിരിക്കുന്ന പാതകൾ മാത്രമാണെന്ന് എനിക്ക് തോന്നി. ഈ റോഡിന് സമാന്തരമായി ഇടതുവശത്തുകൂടി അല്പം അകലെ ഒരു എക്സ്പ്രസ് വേ കടന്നു പോകുന്നുണ്ട്. ഗ്രാമങ്ങളിലൂടെ കടന്നുപോകുന്ന പഴയ ഹൈവേ യാത്രയ്ക്കായി ഞങ്ങൾ തിരഞ്ഞെടുക്കുകയായിരുന്നു. തലയ്ക്ക് മുകളിലൂടെ ഇക്കാണുന്നതാണ് ആ എക്സ്പ്രസ് വേ. A1 മോട്ടോർവേ എന്ന് അതറിയപ്പെടുന്നു. ഓസ്ട്രിയൻ സ്ലൊവേനിയൻ അതിർത്തി പട്ടണമായ ഷെൻഡ്രിയയിൽ നിന്നും തുടങ്ങി അഡ്രിയാറ്റിക് തീരത്തെ കോപ്പർ പട്ടണം വരെ എത്തുന്ന പാത. ജനസംഖ്യ നന്നേ കുറഞ്ഞ രാജ്യമാണെങ്കിലും എത്ര ദീർഘവീക്ഷണത്തോടെയാണ് സ്ലൊവേനിയ പോലുള്ള രാജ്യങ്ങൾ എക്സ്പ്രസ് വേ പണിതിരിക്കുന്നത് എന്നതാണ് ഈ യാത്രയിൽ ഞാൻ ചിന്തിക്കുന്നത്. ഈ പാതയിൽ പോലും വാഹന ബാഹുല്യമില്ലെന്നിരിക്കെയാണ് ഇവർ കൂടുതൽ സൗകര്യപ്രദമായ മറ്റൊരു പാത പണിതിരിക്കുന്നത്. ഭാവിയിലേക്കുള്ള പാതയാണത്. ഇവിടെ കുന്നിൻ ചെരുവിലും പാതയോരത്തുമെല്ലാം കുറേ മരങ്ങൾ ഉണങ്ങിപ്പോയതുപോലെ നിൽക്കുന്നത് കാണാം. മഞ്ഞുകാലത്ത് ഇല പൊഴിച്ചു നിൽക്കുന്ന മരങ്ങളല്ല അതെന്നാണ് അലേഷ് പറയുന്നത്. ഏതാനും വർഷം മുൻപ് ഒരു മഞ്ഞുകാലത്ത് ഇവിടെ കനത്ത മഴ കൂടിയുണ്ടായി. മഴവെള്ളം മരത്തിൽ തങ്ങിയിരിക്കുകയും അത് ഐസായി മാറുകയും അങ്ങനെ മരങ്ങളെല്ലാം വിണ്ടുകീറി കരിഞ്ഞു പോവുകയുമായിരുന്നു. വലിയൊരു പ്രദേശത്തെ മരങ്ങളാകെ അങ്ങനെ നശിച്ചു. സ്ലൊവേനിയയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രകൃതി ദുരന്തം തന്നെയായിരുന്നു അത്. കാർ പൊസ്തോയിന എന്ന പട്ടണത്തിലേക്ക് എത്തിയിരിക്കുന്നു. വലിയൊരു പട്ടണമാണ് പൊസ്തോയിന. ചരിത്ര പ്രസിദ്ധമായൊരു പട്ടണം. ഇന്ന് ടൂറിസം രംഗത്ത് പ്രമുഖ സ്ഥാനമാണ് പൊസ്തോയിനയ്ക്കുള്ളത്. ധാരാളം ഹോട്ടലുകളുണ്ട് ഇവിടെ, ആധുനികമായ മന്ദിരങ്ങളും. പൊസ്തോയിനയുടെ പുതിയ ഭാഗങ്ങളാണ് ഇതെല്ലാം. പൊസ്തോയിന മുനിസിപ്പാലിറ്റിയുടെ ആസ്ഥാന പട്ടണവും ഇതുതന്നെ. പാലിയോലിത്തിക് കാലം മുതൽ തന്നെ മനുഷ്യവാസമുണ്ടായിരുന്ന ഒരു പ്രദേശം. 14-ാം നൂറ്റാണ്ടായപ്പോഴേക്കും പൊസ്തോയിന വലിയൊരു പട്ടണമായി മാറിയിരുന്നു. ഇടതുവശത്ത് കാണുന്നത് പഴയ നഗരമതിലാണ്. 9,000-ൽ അധികം ജനം വസിക്കുന്നുണ്ട് ഇപ്പോൾ പൊസ്തോയിന നഗരത്തിൽ. ഹാബ്സ്ബർഗ് രാജാക്കന്മാരുടെയും ഇറ്റലിയുടെയും എല്ലാം ഭരണത്തിലൂടെ കടന്നുപോയിട്ടുള്ള ഒരു പ്രദേശം. പൊസ്തോയിന കേവ് എന്നറിയപ്പെടുന്ന ഗുഹയാണ് ഇന്ന് ഈ പ്രദേശത്തെ ഏറ്റവും പ്രശസ്തമാക്കുന്നത്. ഈ വഴി നേരെ പോയി പ്രധാന പാതയിൽ നിന്നും വലത്തേക്ക് തിരിഞ്ഞാൽ ആ ഗുഹയിലെത്താം. പക്ഷേ ഇപ്പോൾ ആ ഗുഹ കാണാൻ പോകേണ്ടെന്നാണ് ഞങ്ങളുടെ തീരുമാനം. പകരം ഇവിടെ നിന്നും 12 കിലോമീറ്റർ അകലെയുള്ള പ്രെഡിയാമ കാസിൽ കാണാൻ പോവുകയാണ്. അതിനുശേഷം ഇതേ വഴിയിലൂടെ തന്നെ തിരികെ വരണം. പൊസ്തോയിന പട്ടണത്തിന്റെ പ്രാന്തഭാഗങ്ങളാണ് ഇതെല്ലാം. മനോഹരമായ ഗ്രാമങ്ങൾ. ഇന്നലത്തെ യാത്രയിൽ കണ്ട സ്ലൊവേനിയൻ ഗ്രാമങ്ങളെക്കാൾ വ്യത്യസ്തമാണ് ഇന്ന് കാണുന്ന ഗ്രാമങ്ങൾ. ഇതാണ് പൊസ്തോയിന ഗുഹയിലേക്ക് തിരിയുന്ന പാത. ഇതൊക്കെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഏരിയയാണ്. മനോഹരമായൊരു പ്രദേശം. പ്രെഡിയാമ കാസിൽ കണ്ട ശേഷം പൊസ്തോയിന ഗുഹ സന്ദർശിക്കാൻ ഇവിടേക്ക് വരണം.
18-19 നൂറ്റാണ്ടുകളിൽ പ്രമുഖമായൊരു തീർത്ഥാടന കേന്ദ്രം കൂടിയായിരുന്നു ഒസ്തോയ്ന. സെന്റ് സ്റ്റീഫന്റെ നാമധേയത്തിലുള്ള വലിയൊരു ദേവാലയമുണ്ടിവിടെ. ഒന്നാം ലോകമഹായുദ്ധം അവസാനിച്ചതു മുതൽ 1943 വരെയും ഇറ്റലിയുടെ ഭരണത്തിലായിരുന്നു ഈ പ്രദേശമെല്ലാം. വെലിക്കി ഒട്ടോക് എന്നു പേരുള്ള ഗ്രാമമാണ് ഇത്. 17 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഗ്രാമമാണ് വെലിക്കി ഒട്ടോക്. പക്ഷേ ജനസംഖ്യ നന്നേ കുറവാണിവിടെ. 150 പേർ മാത്രമാണ് ഇപ്പോൾ ഈ ഗ്രാമത്തിൽ വസിക്കുന്നത്. പ്രഡിയാമയോട് അടുത്തു കിടക്കുന്ന ഒരു പ്രദേശം. വെലിക്കി ഒട്ടോക് കഴിയുന്നതോടെ പതിവ് പോലെ ഒരു വനപ്രദേശത്തു കൂടിയായി യാത്ര. ഇലപൊഴിച്ച മരങ്ങളുടെ വനമാണ് പാതയുടെ ഇരുവശത്തുമുള്ള കുന്നിൻ ചെരുവുകളിൽ. അതിനിടയിലും ചെറുകെട്ടിടങ്ങൾ കാണാം. അടുത്തതായി സാഗോൺ എന്നൊരു ഗ്രാമം. വെലിക്കി ഒട്ടോക് പോലെ തന്നെ ജനസംഖ്യ നന്നേ കുറഞ്ഞ ഗ്രാമം. 200-ൽ താഴെ മാത്രമാണ് 3.5 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള സാഗോൺ ഗ്രാമത്തിലെ ആകെ ജനസംഖ്യ. വനപാർശ്വത്തിലെ ഗ്രാമമാണ് സാഗോണും. കർഷകരുടെയും വീട്ടുവേലക്കാരുടെയും രക്ഷകയായി അറിയപ്പെടുന്ന സെയിന്റ് നോട്ട്ബെർഗയുടെ നാമധേയത്തിലുള്ള ഒരു പള്ളിയാണ് സാഗോൺ ഗ്രാമത്തെ സ്ലൊവേനിയയിൽ പ്രശസ്തമാക്കുന്നത്. മുന്നിൽ അങ്ങകലെ മലനിരകളുടെ ചെരുവിൽ ചെറിയൊരു പട്ടണം കാണാം. ബുക്കോവിയെ എന്ന ഗ്രാമമാണത്. അവിടേക്ക് പോകുമ്പോഴുള്ള വഴിയോര കാഴ്ചകൾ തന്നെ രസകരമാണ്. മൊട്ടക്കുന്നുകൾ, താഴ്വരകൾ, പുൽമേടുകൾ, ഒരു കുന്നിൻ മുകളിൽ ഒരു ചെറിയ ഗ്രാമം, അതിനപ്പുറം പല ഞൊറിവുകളായി മലനിരകൾ. സ്ലൊവേനിയയുടെ തനതായ ഗ്രാമക്കാഴ്ചകളാണ് ഇതെല്ലാം. നല്ല വെയിൽ കൂടിയുള്ളതിനാൽ ഈ ഗ്രാമവഴികളിലെ യാത്ര എനിക്ക് കൂടുതൽ ആസ്വാദ്യമാകുന്നു. ഇപ്പോൾ ബുക്കോവിയെ എന്ന ഗ്രാമത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. 6.5 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഗ്രാമമാണ്. പക്ഷേ ജനസംഖ്യ 150-ൽ താഴെ മാത്രം. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ജർമ്മനിക്കെതിരെ പൊരുതിയ യുഗോസ്ലാവിയൻ സൈന്യമായ പാർട്ടിസാൻസിന്റെ ഭക്ഷ്യസംഭരണശാലകളിലൊന്ന് ബുക്കോവിയയിലായിരുന്നു. ഇതറിഞ്ഞെത്തിയ ജർമ്മൻ സൈന്യം ബുക്കോവിയയിലെ വീടുകളും കെട്ടിടങ്ങളുമെല്ലാം അഗ്നിക്കിരയാക്കിയിരുന്നു. ബുക്കോവിയെ കഴിയുന്നതോടെ പ്രഡിയാമ ഗ്രാമത്തിലേക്കെത്തുകയായി. ഇന്ന് വലിയൊരു ഗ്രാമമൊന്നുമല്ല പ്രഡിയാമ. 13 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുണ്ടെങ്കിലും വെറും 85 പേർ മാത്രമാണ് ഈ ഗ്രാമത്തിൽ സ്ഥിരവാസികളായുള്ളത്. 750 വർഷം മുൻപ് വിശാലമായൊരു പ്രദേശത്തിന്റെ ഭരണസിരാകേന്ദ്രമായിരുന്നു പ്രഡിയാമ. അക്കാലത്ത് നിർമ്മിതമായ ഒരു കാസിലാണ് ടൂറിസം സീസണിൽ ഇവിടേക്ക് ധാരാളം ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നത്. പ്രഡിയാമ ഇന്നറിയപ്പെടുന്നത് തന്നെ ആ കാസിലിന്റെ പേരിലാണ്. രാവിലെ വെയിൽ തെളിഞ്ഞപ്പോൾ കുന്നിൻ ചെരുവുകളിൽ നിന്നും നീരാവി പൊങ്ങുന്നത് കാണാം. പുൽക്കൊടിത്തുമ്പുകളിൽ തങ്ങി നിന്നിരുന്ന ഹിമത്തുള്ളികളെല്ലാം അപ്രത്യക്ഷമായി കഴിഞ്ഞു. ചുണ്ണാമ്പ് പാറകളുടെ വലിയ മലകളാണ് ഇവിടുത്തെ ഒരു കാഴ്ച. പ്രഡിയാമയുടെ ജനവാസ കേന്ദ്രങ്ങളാണ് പാതയുടെ ഇരുവശത്തും. പ്രഡിയാമ കാസിലിന്റെ പാർക്കിംഗ് ഏരിയയിലേക്ക് കാർ എത്തി. ഏതാനും ലോഡ്ജുകൾ, സുവനീർ ഷോപ്പുകൾ, റെസ്റ്റോറന്റുകൾ എന്നിവയെല്ലാമാണ് ഈ കുന്നിൻ ചെരുവുകളിലുള്ളത്. പക്ഷേ അവയൊന്നും തന്നെ ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. ആകെ ഒരു വിജനത. ഞാനാണ് ഇന്നിവിടെ ആദ്യമായി എത്തിയിരിക്കുന്ന ടൂറിസ്റ്റ്. മലഞ്ചെരുവിൽ ഇക്കാണുന്നതാണ് പ്രഡിയാമ കാസിൽ. ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള കാസിലുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമാണിത്. മലയിലെ ഗുഹയ്ക്കകത്താണ് കാസിലിന്റെ പകുതി ഭാഗം. ബാക്കിയുള്ള ഭാഗം ഒരു ക്ലിഫിലും. കൂറ്റനൊരു പാറക്കെട്ടിന്റെ പൊത്തിനകത്തേക്ക് പകുതി ഭാഗം കയറ്റി വെച്ചതുപോലെയാണ് കാസിലിരിക്കുന്നത്. പിന്നിൽ നിന്നോ ചുറ്റുപാടു നിന്നോ ഉള്ള ഒരാക്രമണം ഒരിക്കലും ഈ കാസിലിനെ ഭയക്കേണ്ടതില്ലായിരുന്നു. ഒരു വശത്തു നിന്നുള്ള ശത്രുക്കളുടെ വരവ് മാത്രം കരുതിയിരുന്നാൽ മതി. കൗശലപൂർവ്വം തിരഞ്ഞെടുത്ത സുരക്ഷിതമായ ഒരിടം. ലോകയാത്രയ്ക്കിടെ 100 കാസിലുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ ഇത്രയും തന്ത്രപ്രധാനമായ ഒന്ന് കണ്ടിട്ടേയില്ല. കാസിലേക്ക് നടന്നു. കൂറ്റൻമലയുടെ ഗുഹയിലും ക്ലിഫിലുമായി ഒരു ദുർഗം. 13-ാം നൂറ്റാണ്ടിൽ പണിത കാസിലാണ്. അക്കാലത്ത് അക്വിലില എന്ന പ്രദേശത്തിന്റെ പാത്രിയാർക്കും പ്രഭുവുമായിരുന്ന ആളാണ് ഗോത്തിക് ശൈലിയിലുള്ള ഈ കാസിൽ നിർമ്മിച്ചതെന്നാണ് ചരിത്രരേഖകൾ. അത്ഭുതകരമായ നിരവധി സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ദുർഗമാണത്.
ഒളിപ്പാർപ്പും ഒറ്റിക്കൊടുക്കലും വരെ ആ സംഭവങ്ങളിലുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ കടന്നുവന്ന ഗ്രാമം കാണാം. താഴ്വാരത്തുകൂടി ഒരു അരുവി ഒഴുകുന്നു. അരുവി മലയുടെ കീഴെയുള്ള ഗഹ്വരത്തിൽ അപ്രത്യക്ഷമാകുന്നു. പ്രകൃതിയുടെ അത്ഭുതങ്ങൾ നിറഞ്ഞൊരു പ്രദേശമാണിതെന്ന് തോന്നി. അഗാധമായൊരു ഗർത്തത്തിന്റെ വക്കിലാണ് കാസിൽ. അരുവി അപ്രത്യക്ഷമാകുന്നത് ഇക്കാണുന്ന പൊത്തിലാണ്. കാസിലിന്റെ താഴെ ഭാഗത്ത് മലയിൽ നിഗൂഢമായ പൊത്തുകൾ. ഈ മലയ്ക്കുള്ളിലൂടെ ദൂരെയുള്ള ഒരു കാർഷിക ഗ്രാമം വരെ നിഗൂഢമായൊരു തുരങ്കമുണ്ട്. കാസിലുമായി ബന്ധപ്പെട്ട പോരാട്ട കഥകളിൽ പ്രമുഖ സ്ഥാനമുള്ള തുരങ്കം. 13-ാം നൂറ്റാണ്ടിൽ ലുഗ് എന്ന ജർമ്മൻ നാമത്തിൽ അറിയപ്പെട്ടിരുന്ന കാസിലാണിത്. ഇങ്ങനെയൊരു ഗുഹയിൽ വലിയൊരു കാസിൽ നിർമ്മിക്കുന്നതിന് ഇതിന്റെ ആദ്യ നിർമ്മാതാവിനെ പ്രേരിപ്പിച്ച കാരണം എന്താണെന്ന് ഇന്നും വ്യക്തമല്ല. യൂറോപ്പിൽ പ്രഭുക്കന്മാരുടെ കാസിലുകൾ മലമുകളിൽ നിർമ്മിതമായിക്കൊണ്ടിരുന്ന കാലത്താണ് ഇവിടെ ഗുഹയ്ക്കുള്ളിൽ ഗർത്തത്തിന്റെ വക്കിൽ ഒരു ദുർഗം പണിയുന്നത്. ശത്രുഭയം തന്നെയായിരിക്കാം അതിനുള്ള കാരണം. പിന്നീട് പല നൂറ്റാണ്ടുകളിൽ പല പ്രഭുകുടുംബങ്ങളുടെ ഉടമസ്ഥതയിലായി കാസിൽ. 2-ാം ലോകമഹായുദ്ധാനന്തരം യുഗോസ്ലാവിയയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലേറിയപ്പോൾ കാസിൽ ദേശസാൽക്കരിക്കുകയും ഇതൊരു മ്യൂസിയമാക്കി മാറ്റുകയുമായിരുന്നു. ഇതാണ് പ്രധാന കവാടം. അവിടെ നിന്നും 2 ജീവനക്കാർ ഇറങ്ങിവരുന്നു. കാസിലെ ക്ലീനിംഗ് സ്റ്റാഫാണ്. ശുചീകരണ ജോലി കഴിയാത്തതിനാൽ കാത്തുനിൽക്കാൻ അവർ പറഞ്ഞു. ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. സഞ്ചാരം വോള്യം നമ്പർ 19. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. കുറച്ചുനേരം നിന്നപ്പോഴേക്കും ക്ലീനിംഗ് സ്റ്റാഫ് ജോലി തീർത്തുപോയി. അകത്ത് കയറിക്കൊള്ളാൻ അവരിലൊരാൾ പറയുകയും ചെയ്തു. ടിക്കറ്റ് എവിടെയെന്ന് ചോദിച്ചപ്പോൾ അത് കാസിലിനകത്ത് തന്നെ കിട്ടുമെന്നായിരുന്നു മറുപടി. ഒരു കിടങ്ങ് കടന്നു വേണം കോട്ടയിൽ പ്രവേശിക്കാൻ. കിടങ്ങിന് കുറുകെ തടിപ്പാലം. പാലം വലിച്ചുയർത്തി വെച്ചാൽ കാസിലിന്റെ വാതിലാവും. പാലം കടന്ന് ഞാൻ കാസിലിനകത്തു കയറി. വലതുവശത്തെ മുറിയിലാണ് ടിക്കറ്റ് ലഭിക്കുക. പ്രെഡിയാമ കാസിലിന് മാത്രം ടിക്കറ്റ് എടുക്കാം. അതല്ലെങ്കിൽ പൊസ്തോയിന ഗുഹയുടെയും കാസിലിന്റെയും ടിക്കറ്റ് ഒരുമിച്ചെടുക്കാം. കമ്പൈൻഡ് ടിക്കറ്റ് എടുത്താൽ കുറച്ചു പണം ലാഭിക്കാം എന്നതിനാൽ ഞാൻ 2ന്റെയും കൂടി ടിക്കറ്റ് എടുത്തു. അടുത്ത കാലത്ത് പുനഃക്രമീകരിച്ച് വൃത്തിയാക്കിയതാണ് മുറികൾ. ഇവിടെ പടവുകൾ കയറിയെത്തുന്ന നടുമുറ്റം പോലൊരു ഭാഗമുണ്ട്. കാസിലിന്റെ സ്വഭാവം ഇവിടെ വ്യക്തമാണ്. കൂറ്റൻ പാറക്കെട്ടിന്റെ ഒരു ഭാഗം തന്നെയാണ് കാസിലിന്റെ ഒരു വശത്തെ ഭിത്തി. മറ്റൊരു ഭാഗത്ത് പ്രാകൃതമായി എന്നോണം കല്ലടുക്കി നിർമ്മിച്ച ചുവരുകൾ. താഴെ മുതൽ മുകൾ ഭാഗം വരെയുള്ള എല്ലാ നിലകൾക്കും പൊതുവായി ഇങ്ങനെയൊരു തുറന്ന ഭാഗമുണ്ട്. താഴത്തെ നിലയിൽ മാത്രമാണ് വിപുലമായ മേൽക്കൂരയുള്ളത്. നടുമുറ്റം പോലുള്ള ഭാഗത്തുനിന്നും ഇങ്ങനെ ചുറ്റുമുള്ള മുറികളിലേക്ക് കടന്നു ചെല്ലാം. പഴയകാല ഫർണിച്ചറുകളും മറ്റും പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഈ കാസിലിൽ ഉപയോഗിച്ചിരുന്നവയും മറ്റിടങ്ങളിൽ നിന്ന് കൊണ്ടുവന്നവയും ഇതിലുണ്ട്. ഇത് പ്രെഡിയാമയിലെ റോബിൻഹുഡ് എന്നറിയപ്പെടുന്ന പ്രഭുവിന്റെ ചിത്രമാണ്. ഇറാസം ഓഫ് പ്രെഡിയാമ എന്ന് അദ്ദേഹം അറിയപ്പെടുന്നു. 15-ാം നൂറ്റാണ്ടിലാണ് ഇറാസം ഇവിടെ വസിച്ചിരുന്നത്. തന്റെ പ്രജകളെ ഏറെ സ്നേഹിച്ചിരുന്ന ഇറാസം സമീപ നാട്ടുരാജ്യങ്ങളിൽ മിന്നലാക്രമണം നടത്തി അവിടെ നിന്നും കൊള്ള ചെയ്യുന്ന മുതൽ നാട്ടുകാർക്ക് വിതരണം ചെയ്തിരുന്നു. ഇറാസത്തെ പിടികൂടി വധിക്കാൻ സമീപ നാട്ടുരാജ്യങ്ങളിലെ പ്രഭുക്കൾ പല അടവുകളും പയറ്റി. പക്ഷേ സ്വന്തം നാട്ടുകാരുടെ ശക്തമായ പിന്തുണ ഉണ്ടായിരുന്ന ആ കൊള്ളക്കാരൻ പ്രഭു അതിൽ നിന്നെല്ലാം രക്ഷപ്പെടുകയാണുണ്ടായത്. ഒരു നില കൂടി കയറുമ്പോൾ വലിയൊരു മുറിയിലേക്ക് എത്തുന്നു. കാസിലിന്റെ ഏറ്റവും മുകളിലെ ഭാഗമാണിത്. ഇവിടെയായിരുന്നു ഇറാസം അന്തി ഉറങ്ങിയിരുന്നത്. തിളച്ച എണ്ണ നിറച്ചു വയ്ക്കുന്ന തൊട്ടിയും വലിയ കല്ലുകളും മുറിയിൽ കാണാം. ശത്രുക്കളെ നേരിടുന്നതിനുള്ള ആയുധങ്ങളായിരുന്നു അവയെല്ലാം. ഇവിടെ കിടന്നുറങ്ങുമ്പോഴും പ്രഭു ശത്രുക്കളുടെ ആക്രമണം ഏതു നിമിഷവും പ്രതീക്ഷിച്ചു. കിടങ്ങിന് മീതെയുള്ള പാലത്തിന്റെ ഒത്ത മുകൾ ഭാഗത്താണ് ഈ മുറി. ഇവിടെ നിന്നും താഴേക്ക് കല്ലുകളിടാനും
തിളച്ച എണ്ണ ഒഴിക്കാനുമുള്ള പൊത്തുകളുണ്ടായിരുന്നു. ആരെങ്കിലും കിടങ്ങ് മറികടന്ന് കാസിലിൽ പ്രവേശിക്കാൻ ശ്രമിച്ചാൽ ഇവിടെ നിന്നും ഒഴിക്കുന്ന എണ്ണയും പൊത്തിലൂടെ ഇടുന്ന കല്ലും കൃത്യമായി അവരുടെ തലയിൽ തന്നെ ചെന്നു വീഴും. വലിയ ഹാളിൽ നിന്നും ഞാൻ മറ്റു മുറികളിലേക്ക് നടക്കുകയാണ്. അടുത്ത കാലത്ത് പ്ലാസ്റ്റർ ചെയ്ത് പെയിന്റ് ചെയ്തതാണ് ഈ ചുവരുകളെല്ലാം. നടന്നു ചെല്ലുമ്പോൾ ഇടനാഴിയുടെ ഒരു വശത്ത് ഒരു ചെറിയ മുറി. കാസിലിലെ ഒരു ടോയ്ലറ്റായിരുന്നു ഇത്. 13-ാം നൂറ്റാണ്ടിലെ ടോയ്ലറ്റാണ്. മരപ്പലകയിൽ നിർമ്മിച്ച കമോഡ്. കാസിലിലെ കോർട്ട് റൂമിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കോടതി മുറി. കാസിലിൽ വസിച്ചിരുന്ന പ്രഭുക്കന്മാർ നാടിന്റെ ന്യായാധിപന്മാർ കൂടിയായിരുന്നു. വധശിക്ഷ വരെ വിധിക്കുന്നതിനുള്ള അധികാരവും അവർക്കുണ്ടായിരുന്നു. ശിക്ഷ വിധിക്കുന്ന പ്രഭുവിന്റെ പ്രതിമ ഒരു വശത്ത്. ദീർഘമായ ചരിത്രമുള്ള കാസിലാണിത്. പല പ്രഭുക്കന്മാർ ഇവിടം ആസ്ഥാനമാക്കി തങ്ങളുടെ നാട്ടുരാജ്യത്ത് ഭരണവും നീതിപാലനവും നടത്തിയിരുന്നു. കോടതി മുറിയുടെ ഒരു ഭാഗത്ത് ഇങ്ങനെയൊരു വാതിൽ കാണാം. കുറ്റവാളികളെ ശിക്ഷിച്ചിരുന്ന ടോർച്ചർ ചേംബറിലേക്കുള്ള വാതിലാണിത്. പാറക്കെട്ടിൽ 60 അടി താഴ്ചയുള്ള ഒരു ഗുഹയാണ് ടോർച്ചർ ചേംബർ. അതിൽ ഈ വിധമാണ് കുറ്റവാളികളെ കെട്ടിനിർത്തിയിരുന്നത്. കൊടും തണുപ്പ്, പാറയിലൂടെ ഇറ്റുവീഴുന്ന തണുത്ത വെള്ളം. അർദ്ധനഗ്നരോ പൂർണ്ണനഗ്നരോ ആയി ആളുകളെ ഇങ്ങനെ കെട്ടിത്തൂക്കിയിടുന്നു. ക്രൂരമായ ശിക്ഷാവിധികളാണ് ഇവിടെ നടപ്പാക്കിയിരുന്നത്. ഒറ്റുകാർ, നാട്ടിൽ ക്രമസമാധാനം തകർക്കുന്നവർ തുടങ്ങിയവരെല്ലാം ഈ വിധം ശിക്ഷിക്കപ്പെട്ടിരുന്നു. തണുപ്പും ഇവിടെ പീഡനത്തിനുള്ള ഒരു ആയുധമായി. ദൃശ്യങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ ഇവിടുത്തെ തണുപ്പിനെപ്പറ്റി പ്രേക്ഷകർക്ക് മനസ്സിലാവണമെന്നില്ല. അതിഭീകരമായ തണുപ്പാണ് ഇപ്പോൾ പോലും ഇവിടെ. വിവസ്ത്രരായി വെള്ളമിറ്റു വീഴുന്ന ഗുഹയ്ക്കുള്ളിൽ ബന്ധനസ്ഥരായി തൂങ്ങിക്കിടക്കുന്ന തടവുകാർ അനുഭവിച്ച ദുരിതം എത്രയായിരിക്കും? ശിക്ഷിക്കാനുള്ള പല ഉപകരണങ്ങളുമുണ്ട് ഇവിടെ. ഉരുട്ടൽ പോലുള്ള ശിക്ഷകൾ നടപ്പാക്കിയിരുന്ന വലിയ ബെഞ്ചുകൾ. അത്തരം പല സാമഗ്രികളുണ്ട്. ഈ അഴികൾക്കുള്ളിലൂടെ തണുത്ത കാറ്റ് എപ്പോഴും തടവറയ്ക്കുള്ളിലേക്ക് അടിച്ചു കയറിക്കൊണ്ടിരിക്കും. സജീവമായിരുന്ന നാളുകളിൽ പരിചാരകരും സൈനികരും ഉൾപ്പെടെ ധാരാളം പേരുണ്ടായിരുന്നു ഈ കാസിലിൽ. ഒരു നാട്ടുരാജ്യം ഭരിച്ചിരുന്ന പ്രഭുവിന്റെ കൊട്ടാരം തന്നെയായിരുന്നു ഇത്. കാസിലിന്റെ ഒരു ഭാഗം പൂർണ്ണമായും പ്രകൃതിദത്തമായ പാറച്ചുവരാണ്. മലയുടെ ഒരു ഭാഗം തന്നെയാണത്. പാറച്ചുവരിൽ ചെറിയ ചാലുകൾ കൊത്തിവെച്ചിരിക്കുന്നത് കാണാം. പാറയിലൂടെ കിനിഞ്ഞിറങ്ങുന്ന ജലം ഈ ചാലുകളിലൂടെ ഒഴുക്കി താഴത്തെ നിലയിലുള്ള ഒരു കിണറിലേക്ക് എത്തിക്കുകയാണ് ചെയ്തിരുന്നത്. എപ്പോഴും പാറയിലൂടെ വെള്ളം കിനിഞ്ഞിറങ്ങിക്കൊണ്ടിരിക്കും. അതൊരു അസൗകര്യമായല്ല, ഒരു സാധ്യതയായാണ് കാസിലിൽ വസിച്ചിരുന്നവർ കണ്ടത്. മലമുകളിലെ ഗുഹയിൽ രൂപപ്പെടുത്തിയ കാസിലിൽ ഇത്രയും സമ്പന്നമായ മറ്റൊരു ജലസ്രോതസ് ഉണ്ടാവില്ലല്ലോ. അടുത്തതായി എത്തുന്നത് കാസിലിലെ ഡൈനിങ് ഹാളിലേക്കാണ്. കാസിലിലെ പ്രഭുകുടുംബത്തിലെ സ്ത്രീകൾ ദിവസം ചെലവിട്ടിരുന്ന മുറിയും ഇതുതന്നെ. കാസിലിലെ തന്നെ ഏറ്റവും വലിയ മുറി ഇതാണെന്ന് പറയാം. ജാലകങ്ങളിൽ പണ്ട് ചില്ലുണ്ടായിരുന്നില്ല. മരപ്പലക കൊണ്ടുള്ള പാളികൾ തന്നെയായിരുന്നു. മരം കൊണ്ടുള്ള മച്ചും 1.25 മീറ്റർ കനമുള്ള ഭിത്തിയുമുണ്ട് ഡൈനിങ് ഹാളിന്. സ്ത്രീകൾ കുട്ടികളെ നോക്കിയും വസ്ത്രം തുന്നിയുമെല്ലാം പകൽ നേരം ഇവിടെ ചെലവഴിച്ചു. മഞ്ഞുകാലത്ത് ജാലകങ്ങളെല്ലാം അടയ്ക്കുന്നതോടെ ഇത് ഇരുട്ടറയായി മാറും. മെഴുകുതിരിയുടെ ചെറുവെളിച്ചത്തിൽ കുട്ടികളും സ്ത്രീകളും പകൽ മുഴുവൻ ഇവിടെ കഴിഞ്ഞു കൂടുകയായിരുന്നു പതിവ്. ഡൈനിങ് റൂമിൽ നിന്നും ഒരു ചെറിയ ഇടനാഴിയിലൂടെ നടന്നു. എത്തുന്നത് കാസിലിലെ അടുക്കളയിലേക്കാണ്. കല്ലുകൊണ്ടുള്ള ഒരു സിങ്ക് ഒരു വശത്ത്. അടുക്കള മാലിന്യങ്ങൾ പുറത്തു കളയാനുള്ള ഡക്റ്റാണ് ഇത്. ഇക്കാണുന്നത് അടുപ്പുള്ള ഭാഗമാണ്. പ്രകൃതിദത്തമായ ചിമ്മിനി. ചിമ്മിനിക്കുഴൽ പുക പുറത്തുവിടുന്നതിനുള്ള സംവിധാനം എന്നതിനൊപ്പം ശുദ്ധവായു അടുക്കളയിലേക്ക് എത്തുന്നതിനുള്ള സംവിധാനം കൂടിയായിരുന്നു. അടുക്കളയിൽ നിന്നും ഡൈനിങ് ഹാളിലൂടെ തന്നെ പുറത്തേക്ക് നടക്കുകയാണ്.
4 നൂറ്റാണ്ടുകാലം ഏറെ സജീവമായിരുന്ന ഡൈനിങ് ഹാൾ. അടുത്ത ഇടനാഴിയിലേക്കെത്തുമ്പോൾ പാറക്കെട്ടിന്റെ ഭിത്തിയാണ് ഒരു ഭാഗത്ത് കാണുന്നത്. ഇതിലെ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. പുറമേ നിന്നും കണ്ടവിധം അത്ര ലളിതമല്ല കാസിലിന്റെ ഉൾഭാഗം. പാറയ്ക്കകത്തും പുറത്തുമായി നിരവധി ഇടനാഴികളും ചേംബറുകളും രഹസ്യ കവാടങ്ങളും അറകളുമെല്ലാം ഇതിലുണ്ട്. കാസിലിന്റെ കൂടുതൽ ദുരൂഹമായ ഭാഗങ്ങളിലേക്ക് നീണ്ടുകിടക്കുന്ന വഴികൾ. പടവുകളിലൂടെ ഇനിയും മുകളിലേക്ക് കയറാൻ ഞാൻ തീരുമാനിച്ചു.